SP Dragon വൈറ്റിയുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഒരു ടീച്ചർ ഗെയിമാണ്. ടീച്ചർ ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ ബാഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. നമ്മളപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. നമ്മളെന്തായാലും കളിക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ്. മ്യൂസിക്കോ എന്തായാലും ഇപ്പോൾ ആരെങ്കിലും വരും അപ്പോൾ അവരുടെ അടുത്ത് പെടാതിരിക്കുക. അതാണ് നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ ബാഡ് സ്റ്റുഡൻസ് ആണ് നമ്മൾ. അയ്യോ അയ്യോ ഇവിടെ വന്നിരുന്നാൽ സേഫ് ആണെന്ന് തോന്നുന്നു. അയ്യോ നമുക്ക് ഹൈഡ് ചെയ്യാമെന്ന് തോന്നുന്നു. ഓക്കെ മനസ്സിലായി ഗൈസ്. ഇവിടെ വന്ന് ഏത് സമയമാണ് വായിക്കുക. നമുക്ക് എല്ലാം കിട്ടിക്കോളൂ ഗൈസ്. ഇവിടെ വന്ന് അങ്ങനെ വിളിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ സ്ലീപ്പ് ചെയ്തങ്ങ് ഓക്കെ സ്ലീപ്പ്. അയ്യോ ഇതിനെ പുറത്ത് അങ്ങനെ നമ്മൾ കുടുങ്ങിപ്പോയി ഗൈസ്. ഇവിടെ നിന്ന് എങ്ങനെയാ പുറത്തിറങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. സത്യം പറഞ്ഞറിയാലോ. ഇത് ലെഫ്റ്റ് ടേൺ അപ്പോ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? ഒരു മിനിറ്റ്. റോബോസ് ഓക്കെ. അവരെങ്ങനെ പോയി? ഓക്കെ മാത്സ് ആണ് നമുക്ക് പറ്റത്തുള്ളൂ. അറിയാലോ ഗൈസ്. നമ്മൾ അപ്പത്തേക്കും മാത്സ് എക്സ്പീരിയൻസ് നമ്മൾ മാത്സിൽ പുതിയാന്ന് അറിയാലോ ഗൈസ്. പിന്നെ അല്ല ആരാന്നാ നമ്മുടെ വിചാരം അല്ലേ? നമ്മളില്ല അവരുടെ വിചാരം. പിന്നെ അല്ല 5 - 5 0. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നു ഗൈസ്. ഇത് ബ്രേക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എന്താ ചെയ്യണ്ടേ എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഒരു കാര്യം പറയണം. നമുക്കൊരു മിനിറ്റ് ഇവിടെ വരില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടോ നോക്കട്ടെ. ഒന്നുമില്ല. നമുക്ക് ഇവിടെ പോയി ഓക്കെ. എന്തോ സാറേ കേളാവാ. ഓക്കെ 7 എന്തൊരു പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന്. അതല്ലേ കാര്യം. എങ്ങനെയാ ഇത് പുറത്ത് ഇറങ്ങിയാലും എങ്ങനെയാ കളിക്കണ്ടേന്ന് അറിയത്തില്ല. അതൊരു കാര്യം. എന്നാലും നമ്മൾ പുറത്തിറങ്ങും, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ കയ്യിലല്ലേടോ. ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ഹൈഡ് ചെയ്യണമല്ലോ. അയ്യോ പി ടി സാർ നമ്മളെ വീണ്ടും പിടിച്ചു ഗൈസ്. എന്ത് പറയാനാ. മാത്സിന് പീരീഡ് ഇപ്പം തന്നെ കഴിയും. നമുക്കറിയാലോ. പിന്നെ അല്ല ഇപ്പം തന്നെ കഴിയും. അപ്പോഴത്തേക്ക് ഇതിന് ഡെസ്റ്റിനേഷൻ ഈ ടൈം ഉണ്ടോ? മേളിലൊരു ടൈം കാണിച്ചിട്ടില്ലേ? അത് കഴിയുമ്പോഴേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെന്താ വെൽക്കം ടു ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ സെൽഫ് ഇമ്പോർട്ടൻസ്. നമുക്കിവിടെ കുറേ ബുക്കുകൾ പഠിക്കാൻ തന്നിട്ടുണ്ട്. അത് ഫുള്ളും തീർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനി കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിന് സമയമില്ല. കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ ഇതിൽ വന്നപ്പോഴത്തേക്കും ഇതിൽ നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ല 999 അത്രയും പോകണം.
അത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. പിന്നെ അറിയാലോ നമ്മൾ ആരാന്നറിയാലോ. ഈ പെൺപിള്ളയാണ് നമ്മളെ എപ്പോഴും പിടിക്കുന്നത്. എന്ത് പറയാനാ, നമ്മൾ ഇപ്രാവശ്യം പുറത്തു ഇന്നത് നോക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് നമ്മളെ. അല്ലേ അല്ലേ ഗൈസ്? അല്ലേ അല്ലേ അല്ലേ? കുറച്ച് ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്താ? ഓ നമുക്കപ്പം എനിക്ക് മനസ്സിലായി ഗൈസ്. ഇപ്പോഴത്തേക്കും നമുക്ക് 3, 2, 1, 0. നമുക്കിനി ടീച്ചേഴ്സിനെ ഇടിക്കണം എന്നാണ് തോന്നുന്നത്. ടീച്ചേഴ്സ് ഏറെ ബാ ടീച്ചേഴ്സ് ബാ. അപ്പോൾ ഞാൻ ഇടിച്ച് കാണിച്ചു തരാവേ. ഈ ടീച്ചേഴ്സ് എന്നാ ചെയ്യും. അതെന്നാ ടീച്ചർ എന്നെ പിടിച്ചു ഗൈസ്. ഇനിയാണെങ്കിൽ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഈ വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക അടുത്ത ഗെയിം ഏതാണ് കളിക്കേണ്ടതെന്ന്. ഓക്കെ, ഈ വീഡിയോനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.